ബീഹാറിലെ തോൽവി SIRന്റെ പ്രതിഫലനമാണെന്ന വാദമോ വോട്ടുകളിലെ കൃത്രിമമാണെന്ന വാദമോ നിലനിൽക്കില്ല. അവിടുത്തെ പരാജയത്തിൻ്റെ കാരണം പ്രതിപക്ഷ നിരയിലെ അനൈക്യമാണ്. വിജയിച്ചവരുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. പരസ്പരം മത്സരിച്ച് 10 സീറ്റോളം കോൺഗ്രസും RJDയും കളഞ്ഞു. അതിൻ്റെ പ്രതിഫലനം മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകുമല്ലോ. ഒരു ഭാഗത്ത് പ്രധാന കക്ഷികൾ ഒന്നിച്ചപ്പോൾ മറുഭാഗത്ത് അപ്രധാന കക്ഷികൾ വരെ ഭിന്നിച്ചു മത്സരിച്ചു. BJPയുടെ നയമാണ് അവരെ വിജയിപ്പിക്കുന്നത്. അവർ ആദ്യം ചിന്തിക്കുന്നത് പരമാവധി ജനപ്രതിനിധികളെ ഉണ്ടാക്കാനാണ്. അത് സാധ്യമാക്കാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാണ്. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ചിന്തിക്കുന്നത് കൂടുതൽ ആളുകളെ മത്സരിപ്പിക്കാനാണ്. അതിൻ്റെ പേരിലാണ് അവർ പലരുമായി തെറ്റിപ്പിരിയുന്നത്. മത്സരിക്കുന്നവരുടെ എണ്ണത്തിലല്ല, വിജയിക്കുന്നവരുടെ എണ്ണത്തിലാണ് പ്രസക്തി എന്ന് അവർക്ക് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. ഈ തിരിച്ചറിവ് എന്നാണോ പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകുന്നത്, അന്ന് മുതൽക്കേ അവർക്ക് വിജയിക്കാനാകൂ. അതുവരെ ഈ നില തുടർന്നുകൊണ്ടിരിക്കും.